കാണില്ലേ? പെട്ടെന്നുള്ള അവൻ്റെ അലർച്ച കേട്ടതും അവിടെയുള്ളവരെല്ലാം അവിടെ ഓടിക്കൂടിയിരുന്നു. ചോദിച്ചത് കേട്ടില്ല നീ? എന്തായി കാണിച്ചു വെച്ചേക്കുന്നേ? പെട്ടെന്നുള്ളൊരു ഷോക്കിൽ അവൾ ആകെ വല്ലാതായി പോയിരുന്നു. അവൾക്കൊന്നും തന്നെ പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്താടി, ഇത് നാവിറങ്ങിപ്പോയോ? പിന്നെയും ഒരു ശബ്ദം ഉയർന്നതും അത്രയും നേരം ഒന്ന് തല താഴ്ത്തി നിന്നവൾ മെല്ലെ ഉയർന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. അത് പിന്നെ അവൾ എന്താ പറയണ്ടേന്നറിയാതെ അവിടെ തന്നെ വിറച്ചു നിന്നു. ചോദിച്ചത് കേട്ടില്ലേ നീ? എന്താണ് ഈ കാണിച്ചു വെച്ചേക്കുന്നതെന്ന്? അത് താനല്ലേ ഇങ്ങോട്ട് വന്നിടിച്ചത്? ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും സ്വബോധം തിരിച്ചു വന്നപ്പോൾ അവൾ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അവിടെ നിന്നവരെല്ലാം സ്തംഭിച്ചു പോയി. അവളിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്തിനി എന്തു നടക്കുമെന്ന ഭയത്തിൽ മീരയും ബാക്കിയുള്ളവരും അവിടെ തന്നെ നിന്നു. എന്നെ വന്നിടിച്ചതും പോരാഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നോ? അവൻ പറഞ്ഞു. നോക്കി നടക്കണമായിരുന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും. അവളുടെ സംസാരത്തിൽ അവൻ ശരിക്കും ദേഷ്യം വന്നെങ്കിലും അവൻ തിരിച്ചൊന്നും പറയാതെ അവിടെ തന്നെ നിന്നു. ആദ്യമായാണ് അവൻ്റെ അടുത്തൊരാൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. വാ പോവാം. ഗൗരി ബാക്കി എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. എടാ, നീ എന്താ പെണ്ണത്രയൊക്കെ പറഞ്ഞിട്ട് ഒന്ന് തിരിച്ചു പറയാഞ്ഞേ? അരുണിന്റെ ഒരു ഫ്രണ്ട് വന്ന് അവനോട് ചോദിച്ചു. അവൾക്ക് ഇത്ര ധൈര്യമോ? ആദ്യമായി ഒരു ജൂനിയർ പെണ്ണ് നിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവന്റെ മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞു. ശേ, എന്നാലും നീ പ്രതികരിക്കാതിരുന്നത് വളരെ മോശമായി പോയി. അവർ അവനെ ഓരോന്ന് പറഞ്ഞ് അവന്റെ ദേഷ്യം ഇരട്ടിച്ചുകൊണ്ടിരുന്നു. അവൾക്കുള്ളത് നമുക്ക് നാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൊടുക്കാം, അവൻ അവരോടായി പറഞ്ഞു. അതെ, അവരുടെ അഹങ്കാരം മാറ്റി കൊടുക്കണം. ഗൗരി, നീ എന്ത് പണിയാ കാണിച്ചേ? നീ എന്തിനാ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? മീരയും ബാക്കിയുള്ളവരും അവളോട് ദേഷ്യത്തിൽ ചോദിച്ചു. അവൻ്റെയും മിസ്റ്റേക്ക് അല്ലേ, അതിന് എന്നെ മാത്രം എന്താ കുറ്റം പറയുന്നേ? മീര, എടി, കുറ്റം പറഞ്ഞതല്ല, ഒരു സോറി പറഞ്ഞ് പ്രശ്നം സോൾവ് ആക്കിയ പോരായിരുന്നു. അതിന് നീ എന്തായി കാണിച്ചേ? ഗൗരി, പിന്നെ അവൻ്റെ സംസാരം കേട്ടില്ലേ? എന്ത് മോശമായിട്ടാ എന്നോട് സംസാരിക്കുന്നത്. പ്രിയ, എടി, അതായിക്കോട്ടെ, പക്ഷെ നിനക്ക് അങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. മര്യാദയ്ക്ക് സംസാരിച്ച പോരായിരുന്നോ? അർച്ചന, എടി, അത് മാത്രമല്ല, പുള്ളിയുടെ വൈറ്റ് ഷർട്ടിലേക്കാണ് ആ കോഫി വീണത്. അതുകൊണ്ടായിരിക്കും പുള്ളി അത്രയ്ക്കും ദേഷ്യപ്പെട്ടത്. ഗൗരി, എടി, അത് പക്ഷേ അവരെൻ്റെ അടുത്ത് അത്രയും ചൂടായി സംസാരിച്ചുകൊണ്ടാ എനിക്ക് പെട്ടെന്ന് അങ്ങനെ പ്രതികരിക്കാൻ തോന്നിയേ, അതാണ്. ആദ്യം അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അവൾക്ക് കുറ്റബോധം ഉണ്ടായില്ലെങ്കിലും ഇവരുടെ സംസാരം കേട്ടപ്പോൾ അവൾക്കും അത് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അനഘ, ഇനി എന്താവും എന്തോ, പുള്ളിക്ക് നന്നായി ദേഷ്യം വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വന്ന് കയറിയുള്ളൂ, അപ്പോഴേക്കും വെറുതെ സീനുണ്ടാക്കി. മിക്കവാറും നമുക്കുള്ള പണി ഈ അടുത്ത് തന്നെ വരും. ആര്യ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇത് അധികം പേരൊന്നും കണ്ടിട്ടില്ല. എല്ലാവരും അറിയുന്നതിന് മുന്നേ നീ പുള്ളിയുടെ അടുത്ത് ചെന്ന് സോറി പറഞ്ഞ് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ആക്കാൻ നോക്കും. ഗൗരി, എടാ, അത് പക്ഷേ. ആര്യ, നീ ഇനി ഒന്നും പറയണ്ട, അത് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിനക്കും നമുക്കും എല്ലാവർക്കും പ്രോബ്ലമാണ്. ചിലപ്പോൾ നമ്മുടെ പഠനത്തിന് വരെ അത് ബാധിക്കും. ഗൗരി, പക്ഷേ എടാ, ഞാൻ എങ്ങനെ അവനോട് സോറി പറയാ? മീര, പറയുന്നത് കേക്ക് ഗൗരി. എന്നിട്ട് സോറി പറഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ്? അവളുടെ ദേഷ്യം മാറുവാണെങ്കിൽ മാറട്ടെ. അവരെല്ലാവരും കൂടി ഗൗരി നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ഗൗരി, ഞാൻ പറഞ്ഞോളാം, അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അനഘ, ഓക്കെ, നമുക്ക് അടുത്ത ഇൻ്റർവെല്ലിന് പുള്ളിനെ ചെന്നൊന്ന് കാണാം. അങ്ങനെ അവർ ക്ലാസ്സിലേക്ക് ചെന്നു.
ഭാഗ്യത്തിന് ക്ലാസ്സിലുള്ളവർ ആരും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതോർത്ത് അവർ ഒന്ന് ആശ്വസിച്ചു. ക്ലാസ്സിൽ ചെന്നതും അടുത്ത പീരീഡിലെ ടീച്ചർ വന്ന് പഠിപ്പിച്ചു. ഗൗരിക്കാണെങ്കിൽ ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവൾ ചെയ്തത് തെറ്റാണോ എന്ന് അവൾ അവളോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാനങ്ങനെ പറഞ്ഞത് മോശമായി പോയോ? അവനും എൻ്റെ അടുത്ത് എന്ത് ദേഷ്യത്തിലാണ് സംസാരിച്ചേ? അതുകൊണ്ടല്ലേ ഞാനും ചൂടായത്? കുറച്ചു നേരം കഴിഞ്ഞതും അത്രയും പറയണ്ടായിരുന്നുവെന്ന് അവൾക്ക് തന്നെ തോന്നി. അതുകൂടാതെ അമ്മയും അച്ഛനും പറഞ്ഞത് അവൾ ഓർത്തു. അയ്യോ, കോളേജിൽ ഒരു പ്രശ്നമുണ്ടാക്കരുതെന്നല്ലേ അവർ പറഞ്ഞേ? എങ്ങാനിത് വല്ലതും പ്രശ്നമായി അവരതറിഞ്ഞാൽ അവൾ ഭയന്നു. ഇല്ല, എന്തായാലും പോയി ഒരു സോറി പറഞ്ഞേക്കാം. ചിലപ്പോൾ മാപ്പ് പറഞ്ഞാൽ ആ ചേട്ടൻ്റെ ദേഷ്യം മാറുമായിരിക്കും, അവൾ മനസ്സിൽ ചിന്തിച്ചു. വേഗം ഇൻ്റർവെൽ ആവാൻ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇൻ്റർവെൽ സമയമായതും അവർ പെട്ടെന്ന് അവനെ കാണാനായി പോയി. അവർ അവനെ അവിടെ എങ്ങും കണ്ടില്ല. അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുവനോട് അവൻ എവിടെയെന്ന് അവർ ചോദിച്ചു. എന്തിനാ അവനെ തിരക്കുന്നത്? ഓ, ഇതല്ലേ അവൾ, അവനെ ചീത്ത വിളിച്ചു പോയവൾ. നിനക്ക് എന്ത് ധൈര്യമുണ്ടടി ഞങ്ങളുടെ അരുണിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറയാൻ? നിനക്കുള്ളത് വരുന്നുണ്ട്, നോക്കിയിരുന്നോ മോളെ? അവനൊരു ഭീഷണിയുടെ സ്വരത്തിൽ അത് പറഞ്ഞു. അയ്യോ പ്ലീസ്, നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അവൾക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. ഞങ്ങൾ ആ ചേട്ടനെ കണ്ട് സോറി പറയാനാ എവിടെയാണെന്ന് ചോദിച്ചത്, ആര്യ ഭയത്തോടെ പറഞ്ഞു. ഗൗരി അത് കേട്ടതും താനാണല്ലോ ഇതിന് കാരണക്കാരി എന്ന് വിചാരിച്ച് അവിടെ തന്നെ ഒന്നും മിണ്ടാതെ നിന്നു. അവൻ ആ വോളിബോൾ കോർട്ടിൽ കാണും. പിന്നെ സോറി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. അതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി. അങ്ങനെ അവർ 6 പേരും കൂടി അവിടേക്ക് ചെന്നു. അവൻ കുറച്ച് നീങ്ങി അവിടെ നിൽപ്പുണ്ടായിരുന്നു, കൂടെ കുറച്ച് പേരും. അവനെ കണ്ടതും അവർ എന്തു പറയുമെന്നറിയാതെ പേടിച്ചാണ് അവൻ്റെ അടുത്തേക്ക് ചെന്നത്. ഗൗരി ചെല്ല്, പോയി പറയ്. അവരെല്ലാവരും ഗൗരി അവൻ്റെ അടുത്തേക്ക് ഉന്തി തള്ളി വിട്ടു. അതെ, അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ വിളിച്ചു. ആരാണ് വിളിച്ചത് എന്ന് നോക്കി തിരിഞ്ഞതും ഗൗരിയെ കണ്ട് അവൻ ഞെട്ടി. എടി നീയോ? നീ എന്തിനാ ഇവിടേക്ക് വന്നത്? അവൻ ദേഷ്യത്തിലാണിപ്പോഴും. അവൻ്റെ സംസാരത്തിൽ അവൾക്ക് ദേഷ്യം വന്നെങ്കിലും അവളത് പ്രകടിപ്പിക്കാതെ ശാന്തമായി പറഞ്ഞു. ഗൗരി സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അങ്ങനെയൊക്കെ എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് വന്നിടിച്ചത്. എനിക്കാരുടെയും സോറി ഒന്നും കേൾക്കണ്ട. അത്രയും പേരുടെ മുന്നിൽ വെച്ചാ നീ എന്നെ അപമാനിച്ചേ. അതുകൊണ്ട് അത്രയും പേരുടെ മുന്നിൽ വെച്ച് തന്നെ നിനക്കുള്ള പണി ഞാൻ തരും, അവനൊന്ന് പുച്ഛത്തോടെ പറഞ്ഞു. അവന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു ജൂനിയർ പെൺകുട്ടി അങ്ങനെയൊക്കെ സംസാരിച്ചത് അവന് വളരെയധികം അപമാനമായി തോന്നി. അയ്യോ, നിങ്ങൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞില്ലേ? നീ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കേട്ടതും ഗൗരിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഓഹോ, താൻ തനിക്ക് പറ്റുന്ന പോലെ ചെയ്യ് കേട്ടോ. ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കുമെന്ന് താൻ വിചാരിക്കണ്ട. തൻ്റെ ഭാഗത്തുകൂടി തെറ്റുണ്ടായിട്ട് അതെല്ലാം ഞാൻ ഏറ്റെടുത്ത് സോറി പറഞ്ഞത് എൻ്റെ മര്യാദ. അതുപോലും തനിക്കില്ല. താൻ എന്ത് വേണേലും കാണിക്കും കേട്ടോ. ഞാൻ ഇവിടെ തന്നെയുണ്ട്, നമുക്ക് കാണാം. അവളൊരു ഭീഷണിയോടെ അത് പറഞ്ഞു. ഓഹോ, ആയിക്കോട്ടെ, നമുക്ക് കാണാം. അവനും തിരിച്ച് അവളെ വെല്ലുവിളിച്ചു. പെട്ടെന്ന് തന്നെ ദേഷ്യത്തിൽ ആരെയും നോക്കാതെ അവിടെ നിന്ന് പോയി. കൂടെ ബാക്കിയുള്ളവരും അവളുടെ കൂടെ ചെന്നു. നിനക്ക് ഞാൻ തരാമടി അഹങ്കാരി, അവൻ മനസ്സിൽ ചിന്തിച്ചു. തുടരും.